ഇതൊരു പാഠപുസ്തക പാഠമല്ല, ഇത് ഒരു ദേശത്തിൻ്റെ ഹൃദയമിടിപ്പാണ്. ദശലക്ഷക്കണക്കിന് കാലടികളുടെ പ്രതിധ്വനി. ചരിത്രത്തിന് മുൻപേ ആരംഭിച്ച ഒരു നാഗരികതയുടെ ആത്മാവാണ്. ഇത് ഇന്ത്യക്കാരുടെ കഥയാണ്. 8000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ പിരമിഡുകൾ ഉയരുന്നതിനോ മെസപ്പൊട്ടേമിയയിൽ എഴുത്താരംഭിക്കുന്നതിനോ മുൻപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ജീവൻ നിലനിന്നിരുന്നു. സിന്ധു സരസ്വതി നദികളുടെ ഫലഭൂയിഷ്ഠമായ താഴ്വരകളിൽ മനുഷ്യർ സ്ഥിരതാമസമാക്കി. അവർ ഗോതമ്പും ബാർലിയും കൃഷി ചെയ്തു. ചുട്ടുപഴുത്ത ഇഷ്ടികകൾ കൊണ്ട് വീടുകൾ നിർമ്മിച്ചു. ആധുനിക പട്ടണങ്ങൾ പോലും അസൂയപ്പെടുന്ന തരത്തിൽ ഡ്രെയിനേജ് സംവിധാനങ്ങളുള്ള സംഘടിത നഗരങ്ങൾ സൃഷ്ടിച്ചു. ഇതായിരുന്നു സിന്ധു നദീതട നാഗരികത. ഏകദേശം BC 2500 മുതൽ BC 1900 വരെ. ഹാരപ്പ, മോഹൻജോദാരോ, ലോഥാൽ തുടങ്ങിയ നഗരങ്ങളിൽ ധ്യാനപ്പുരകൾ, ഡോക്കുകൾ, ചന്തസ്ഥലങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. നിഗൂഢമായ ലിപികളുള്ള മുദ്രകൾ, വ്യാപാരത്തിനുള്ള തൂക്കങ്ങൾ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ എന്നിവ അവർക്കുണ്ടായിരുന്നു. അവർ പ്രകൃതിയെ ആരാധിച്ച് മൃഗങ്ങളെ ബഹുമാനിച്ച് സന്തുലിതാവസ്ഥയോടെ ജീവിച്ചു. എന്നാൽ ഒരു ദിവസം അവ അപ്രത്യക്ഷമായി. ഒരുപക്ഷെ നദികൾ വറ്റിപ്പോയിരിക്കാം, അല്ലെങ്കിൽ അധിനിവേശങ്ങൾ വന്നിരിക്കാം. പക്ഷേ അവരുടെ ആത്മാവ് ക്രമത്തിൽ നിലനിന്നു. നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ വടക്കു ഭാഗത്ത് ഒരു പുതിയ സംസ്കാരം ഉയർന്നു വന്നു. സംസ്കൃതം സംസാരിക്കുന്ന ഇന്തോ ആര്യന്മാർ വേദങ്ങൾ കൊണ്ടുവന്നു. മനുഷ്യരാശിക്ക് അറിയാവുന്ന ഏറ്റവും പുരാതനമായ വേദങ്ങൾ. ജീവിതം, പ്രകൃതി, അഗ്നി, സൂര്യൻ, പുണ്യമന്ത്രങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയായിരുന്നു. സമൂഹം വർണ്ണങ്ങളായി ക്രമീകരിച്ചിരുന്നു. രാജാക്കന്മാരെ നയിച്ചത് ജ്ഞാനികളായ ബ്രാഹ്മണന്മാരാണ്. വേദയുഗമായിരുന്നു ഇത്. അതായത് ക്രിസ്തുവിന് മുൻപ് 1500 മുതൽ ക്രിസ്തുവിന് മുൻപ് 600 വരെ. അവർ കർമ്മം, ധർമ്മം, മോക്ഷം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. തുറന്ന ആകാശത്തിന് കീഴെ യജ്ഞങ്ങൾ നടത്തിയിരുന്നു. നദികൾ പവിത്രമായിരുന്നു. പശുക്കൾ സമ്പത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. പതുക്കെ ഇന്ത്യ ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും റിപ്പബ്ലിക്കുകളിലേക്കും മാറി. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഒരു ആത്മീയ വഴിത്തിരിവിലായിരുന്നു. ചോദ്യങ്ങൾ ഉയർന്നു വന്നു. എന്താണ് കഷ്ടപ്പാട്? എന്തുകൊണ്ടാണ് അസമത്വം? ലുംബിനി വനങ്ങളിൽ നിന്നാണ് സിദ്ധാർത്ഥ ഗൗതമൻ എന്ന രാജകുമാരൻ വന്നത്. സത്യം അന്വേഷിക്കാൻ തൻ്റെ രാജ്യം അദ്ദേഹം ത്യജിച്ചു. ബോധി വൃക്ഷത്തിന്റെ കീഴിൽ അദ്ദേഹം ബുദ്ധനായി. ഏതാണ്ട് അതേ സമയത്താണ് മഹാവീരൻ ജൈന മതത്തിലൂടെ അഹിംസയും സത്യവും പ്രസംഗിച്ചത്. ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ രാജാക്കന്മാർ മഗധ ഭരിച്ചത്. അതേസമയം തത്വചിന്തകരും അധ്യാപകരും തക്ഷശില, നളന്ദ തുടങ്ങിയ പുരാതന സർവകലാശാലകളിൽ ഒത്തുകൂടി. BCE 322 ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന ഗുരുവായ ചാണക്യന്റെ സഹായത്തോടെ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ചെറുമകനായ മഹാനായ അശോകനാണ് ഇന്ത്യൻ രാജ്യത്വത്തെ യഥാർത്ഥത്തിൽ നിർവചിച്ചത്. കലിംഗ യുദ്ധത്തിനു ശേഷം അശോകൻ ബുദ്ധമതത്തിലേക്ക് തിരിഞ്ഞു. ഏഷ്യയിൽ ഉടനീളം സമാധാനവും ധർമ്മവും പ്രചരിപ്പിച്ചു. ശ്രീലങ്ക, ഈജിപ്ത്, അതിനപ്പുറത്തേക്ക് മിഷണറിമാരെ അയച്ചു. പാറകളിൽ കൊത്തിയെടുത്ത അദ്ദേഹത്തിന്റെ ശാസനങ്ങൾ ഇപ്പോഴും നീതി, കാരുണ്യം, ഐക്യം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു. അശോകൻ ഒരു ഭരണാധികാരി മാത്രമായിരുന്നില്ല, ധാർമ്മികമായൊരു ലോകം സ്വപ്നം കണ്ട ഒരു ദർശകനായിരുന്നു അദ്ദേഹം. ഗുപ്ത രാജവംശത്തിന്റെ കീഴിൽ ഇന്ത്യ വീണ്ടും അഭിവൃദ്ധി പ്രാപിച്ചു. ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിരുന്നു ഇത്. ഗണിതശാസ്ത്രജ്ഞൻ ആര്യഭടൻ പൂജ്യത്തെയും ഗ്രഹങ്ങളെയും കുറിച്ച് എഴുതി. സർജൻ സുശ്രുതൻ സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തി. കാളിദാസൻ കാവ്യാത്മിക മാസ്റ്റർ പീസുകൾ എഴുതി. ക്ഷേത്രങ്ങൾ മനോഹരമായ സമിതിയിൽ ഉയർന്നു വന്നു. കല, ശാസ്ത്രം, ആത്മീയത എന്നിവ കൈകോർത്തു നടന്നു. രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങൾ രാജ്യത്തിന്റെ ധാർമ്മിക ദിശയെ നയിച്ചുകൊണ്ട് ഹിന്ദുമതം അതിന്റെ ആധുനിക രൂപം സ്വീകരിക്കാൻ തുടങ്ങി. ഇന്ത്യ ഒരിക്കലും വാതിലുകൾ അടച്ചിരുന്നില്ല. പേർഷ്യക്കാരെയും ഗ്രീക്കുകാരെയും സിദിയാന്മാരെയും കുഷനാന്മാരെയും അവർ സ്വാഗതം ചെയ്തു. ഓരോ വരവിലും അവരുടെ സംസ്കാരം പുതിയ ആശയങ്ങൾ സ്വാംശീകരിക്കുകയും സമ്പന്നമാവുകയും ചെയ്തു. ഇസ്ലാം വ്യാപാരികളിലൂടെയും പിന്നീട് ജേതാക്കളിലൂടെയും ഇത് വന്നു. 8-ാം നൂറ്റാണ്ട് മുതൽ ഡൽഹി സുൽത്താനത്ത് ഉയർന്നു വന്നു. മാംലൂക്കുകൾ, ഖിൽജികൾ, തുഗ്ലക്കുകൾ തുടങ്ങിയ രാജവംശങ്ങൾ ഇവ ഭരിച്ചു. എന്നിരുന്നാലും യുദ്ധസമയത്ത് പോലും കബീർ, ഗുരുനാനാക്ക്, മീരാബായ് തുടങ്ങിയ സന്യാസിമാർ സ്നേഹം, ഐക്യം, ഭക്തി എന്നിവ പ്രസംഗിച്ചു. ഇതാണ് ഭക്തി പ്രസ്ഥാനം, അതായത് പാട്ടിലൂടെ വിദ്വേഷത്തെ ചെറുക്കുന്ന ഇന്ത്യയുടെ ആത്മാവ്. 1526 ബാബർ ഡൽഹി സുൽത്താനെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ചെറുമകൻ അക്ബർ മതസഹിഷ്ണുത, കല, ഭരണം എന്നിവ കൊണ്ടുവന്നു. ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്നിവരുടെ കീഴിൽ ഇന്ത്യ താജ്മഹലിന്റെ നിർമ്മാണത്തിനും വ്യാപാരത്തിന്റെ വികാസത്തിനും ഇന്തോ ഇസ്ലാമിക് സംസ്കാരത്തിന്റെ ജനനത്തിനും സാക്ഷ്യം വഹിച്ചു. മുഗൾ കോടതികളിൽ താൻസൈൻ പോലുള്ള കവികളും ചിത്രീകരിച്ച കയ്യെഴുത്തുപ്രതികൾ സൃഷ്ടിച്ച കലാകാരന്മാരും ഉണ്ടായിരുന്നു.
സാമ്രാജ്യം അതിൻ്റെ മഹത്വമുണ്ടായിരുന്നിട്ടും ഒടുവിൽ ദുർബലമാകും. 1600കളിൽ പുതിയ കപ്പലുകളെത്തി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാരികളായി വന്നു, പിന്നീട് ഭരണാധികാരികളായി മാറി. പ്ലാസി യുദ്ധത്തിന് ശേഷം ഇന്ത്യ കൊളോണിയൽ കൈകളിലായി. കർഷകർ ചൂഷണം ചെയ്യപ്പെട്ടു, വ്യവസായങ്ങൾ തകർക്കപ്പെട്ടു, ക്ഷാമം പതിവായി. എന്നിട്ടും ഇന്ത്യ ചെറുത്തുനിന്നു. 1857 റാണി ലക്ഷ്മിബായ്, മംഗൾ പാണ്ഡെ, ബഹദൂർ ഷാ സഫർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു. തീ ഒരിക്കലും അണഞ്ഞിരുന്നില്ല. ഏകദേശം 1 നൂറ്റാണ്ടോളം ഇന്ത്യ വാക്കുകളാലും ഇച്ഛാശക്തിയാലും പോരാടി. മഹാത്മാഗാന്ധി നിസ്സഹരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനങ്ങൾ എന്നിവ നയിച്ചു. നെഹ്റു, സർദാർ പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, സരോജിനി നായിഡു, ദശലക്ഷക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യത്തിനായി നടന്നു, പട്ടിണി കിടന്നു, ജയിലിൽ പോയി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ത്രിവർണ സ്വപ്നങ്ങളിലേക്കും ഉയർന്നു. സ്വാതന്ത്ര്യാനന്തരം ഒരു കെട്ടുകഥയായിരുന്നില്ല. വിഭജനം രാജ്യത്തെ മുറിവേൽപ്പിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെട്ടു. എന്നാൽ പതുക്കെ ഇന്ത്യ സുഖം പ്രാപിച്ചു. ജനാധിപത്യം വേരൂന്നി. ഡോക്ടർ BR അംബേദ്കർ മുതൽ നമുക്ക് ഒരു ഭരണഘടന നൽകി. അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടു, സ്കൂളുകൾ തുറന്നു, ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ പുതിയ പാതകൾ തുറന്നു. ഇന്ന് ഇന്ത്യക്കാർ IT, വൈദ്യശാസ്ത്രം, സിനിമ, ശാസ്ത്രം എന്നിവയിൽ മുന്നിലാണ്. പഴയ ആത്മാവുള്ള ഒരു യുവരാഷ്ട്രമാണ് നമ്മൾ. ഇപ്പോഴും ചോദ്യം ചെയ്യുന്നു, ഇപ്പോഴും അന്വേഷിക്കുന്നു. ശിലായുധങ്ങൾ മുതൽ ബഹിരാകാശ വാഹനങ്ങൾ വരെ ഇന്ത്യൻ യാത്ര പ്രതിരോധശേഷിയുടെയും പുനർനിർമ്മാണത്തിൻ്റെയും എല്ലാ ജീവജാലങ്ങളോടുമുള്ള ബഹുമാനത്തിൻ്റെയും ഒന്നാണ്. നമ്മൾ പല നിറങ്ങളിലുള്ള, പല ദൈവങ്ങളുള്ള, പല സ്വപ്നങ്ങളുള്ള ഒരു ജനതയാണ്. എന്നിട്ടും ഒരാത്മാവ്, ഇന്ത്യയുടെ ആത്മാവ്. ഇത് വെറും ചരിത്രമല്ല, ഇത് നമ്മളാണ്, ഇത് നിങ്ങളാണ്. ജയ് ഹിന്ദ്.